ബി.ജെ.പി നേതൃയോഗത്തിൽ തർക്കം രൂക്ഷമാകുന്നു. സംഘടനാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തർക്കമാണ് അവിടെ നടക്കുന്നത്. സംസ്ഥാന വരണാധികാരി നാരായണൻ നമ്പൂതിരിയെ മാറ്റണമെന്നും ആവശ്യം. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നാരായണൻ നമ്പൂതിരി തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നും ആരോപണം. എറണാകുളം പ്രഭാരി കൂടിയായ നമ്പൂതിരി ഗ്രൂപ്പ് നേതാവിനെ പോലെ പെരുമാറിയെന്നും യോഗത്തിൽ ചർച്ച. സഹിൻ ആന്റണിയുണ്ട് വിവരങ്ങളുമായിട്ട്. സഹിൻ, ബി.ജെ.പി നേതൃയോഗം അവിടെ ആരംഭിച്ചപ്പോൾ മുതൽ പുതിയ പ്രശ്നങ്ങൾ, പുതിയ ആരോപണങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയതായി ഉയരുന്ന ഈ ഒരു പ്രശ്നം എന്താണ്? ആരോപണം എന്താണ്? എന്തായാലും സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, നേതൃയോഗം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം പ്രഭാരി കൂടിയായിട്ടുള്ള നാരായണൻ നമ്പൂതിരിക്കെതിരെ ആക്ഷേപം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹം സ്ഥാനം ഒഴിയണം എന്നുള്ള ഒരു ആക്ഷേപം വന്നിരുന്നു എന്നുള്ളതാണ്. നാരായണൻ നമ്പൂതിരിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് പറയുന്നത്. അങ്ങ് അല്ല, എന്നെ സ്ഥാനത്ത് വച്ചത് ഓൾ ഇന്ത്യ റിട്ടേണിംഗ് ഓഫീസറാണ്. അദ്ദേഹത്തിന് ഒരു തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ അട്ടിമറിച്ചാൽ മാത്രമല്ലാതെ നടപടി എടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ പരാതിയുള്ള ആർക്കെങ്കിലും അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ പരാതിപ്പെടാം, അതിന് നമുക്ക് വിരോധമില്ല. കാരണം ഇത് ജനാധിപത്യ പാർട്ടിയല്ലേ. അപ്പോൾ ഒരു ഗ്രൂപ്പ് നേതാവിനെ പോലെ പെരുമാറി എന്നാണ് പറയുന്നത്. അല്ല, ഞാനൊരു പാർട്ടി ഗ്രൂപ്പല്ലേ. പാർട്ടി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അല്ലാതെ CPM-കാരനായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുമല്ലോ. ഞാൻ BJP-കാരനാണ്. BJP-യുടെ എല്ലാ ആളുകളുമായിട്ട് സൗഹൃദത്തിലാണ്, എല്ലാവർക്കും വേണ്ടിയാണ് നിൽക്കുന്നത്. റിട്ടേണിംഗ് ഓഫീസർക്ക് പ്രത്യേക ജോലിയൊന്നുമില്ല. ഒബ്സർവർമാരുണ്ട്, അവരാണ് കാര്യങ്ങൾ നയിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും തലമുതിർന്ന ഭാരവാഹികൾ, നേതാക്കന്മാർ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാരടങ്ങുന്ന ആളുകളാണ് തെരഞ്ഞെടുപ്പിൽ മറ്റ് അധ്യക്ഷന്മാരെ കണ്ടെത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ചർച്ചകൾ വല്ലതും ഉണ്ടായോ നേതൃയോഗത്തിൽ? ഞാൻ ഈ ഇലക്ഷൻ പ്രോസസ്സ് പറഞ്ഞപ്പോൾ ആളുകൾ ചിരിച്ചു. ചിരിച്ചത് അട്ടഹാസമാണെന്ന് ആരെങ്കിലും ചിന്തിച്ചാലേ, ചിരിച്ചു എന്നുള്ളത് ശരിയാണ്. അത് ഞാൻ സംസാരിക്കുമ്പോൾ അല്പം തമാശയൊക്കെ കളി സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആളുകൾ ഹാപ്പി ആയിട്ട് പിരിഞ്ഞു എന്നുള്ളത്. TP സിന്ധുമോളടക്കമുള്ളവർ അങ്ങ് അവിടെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചു. അതെല്ലാം ഗ്രൂപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. പാലക്കാട് തോൽവിക്ക് ഒരു കാരണമായി അങ്ങ് മാറി എന്നാണ് പറയുന്നത്. ഞാൻ അത്രയും വലിയൊരു നേതാവായിട്ട് ഇതാരാണ്? എന്തായാലും ഞാൻ അയാൾക്ക് ഒന്ന് ആ പേര് വെളിപ്പെട്ടിയാൽ ഞാൻ അദ്ദേഹത്തിന് ഒരു മസാല ദോശയോ അല്ലെങ്കിൽ ഒരു നല്ല ഈ പാലക്കാട്ടെ നായരുടെ കടയിലെ ഇഡ്ഡലിയും മട്ടൺ ചാപ്സും വാങ്ങിച്ചു കൊടുക്കും. കാരണം ഞാൻ അധികം ആൾക്കാരൊന്നും അറിയപ്പെടാതെ ഇങ്ങനെ ഇതിൻ്റെ സൈഡിൽ കൂടെ കഴിഞ്ഞ 10-40 വർഷമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രൂപ്പ് അങ്ങേക്ക് എതിരെയാണ് വാർത്തകൾ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കാര്യമല്ലേ, നല്ല കാര്യം. അത് പാർട്ടിയിലൊരു വിഭാഗം അങ്ങേക്കെതിരെ നിൽക്കുന്നതായി തോന്നുന്നു. എന്നെ അറിയുന്ന പാർട്ടിക്കാരും അങ്ങനെ ചെയ്യത്തില്ല. എന്നോട് എല്ലാവരും നല്ല സ്നേഹവും സന്തോഷവുമാണ്. കാരണം ഈ 80 തൊട്ട് തുടങ്ങിയ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഉള്ളവരും ഇന്നലെ ഉണ്ടായിരുന്നവരും ഒക്കെ ആയിട്ട് നല്ല അടുപ്പമാണ്. അവർക്കൊക്കെ എന്നെ പഴയ ആളുകൾക്കൊരു വാത്സല്യമാണ്, ഇപ്പോൾ ഉള്ളവർക്ക് ഒപ്പമുള്ളവർക്ക് സ്നേഹമാണ്, പിന്നാലെ വന്നവർക്ക് ബഹുമാനമാണ്. അതുകൊണ്ട് വഴക്കൊന്നുമില്ല. ഇത്തരം ചർച്ചകളൊന്നും നടന്നിട്ടില്ല. ഒരു ചർച്ച ഇത് ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സാധനമേ ഉണ്ടായി. ഈ പാർട്ടിയെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഈ 10 വർഷത്തെ ചക്ക മുള്ളോടെ തിന്നാൽ പോലും നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് ഈ പാർട്ടിയെക്കുറിച്ച് പഠിക്കാൻ പറ്റത്തില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിലപാടാണ് അവിടെ വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അതിനകത്ത് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നു എന്നുള്ളതാണ്. സ്വാതി. ശരി സഹിൻ.